ഈ അടുത്ത ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമം അതുപോലെ യൂട്യൂബ് ഏറെ ചർച്ച ചെയ്ത ഒന്നാണ് പ്രസവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ, വീഡിയോ. ഇതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും പല നിരീക്ഷണങ്ങളുമൊക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടാവുകയുണ്ടായി. ഇത്തരമൊരു വീഡിയോ ഒരു പൊതുജന സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ കാണും. അപ്പോൾ ഈ കാണുന്ന ആളുകൾ ആരാണ്? പ്രായം ചെന്ന ആളുകളാണോ? ഇപ്പോൾ പ്രസവം കാത്തു കഴിയുന്നവരാണോ? കൗമാരക്കാരാണോ? മുമ്പ് പ്രസവിച്ചവരാണോ എന്നതൊക്കെ ഈ വീഡിയോ അവരിൽ എന്ത് പ്രതികരണം, മാനസികമായി എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് എന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ വിഷയത്തിൻ്റെ സാമൂഹികവും മനഃശാസ്ത്രപരവുമായ വശങ്ങൾ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഒരു പൊതു അഭിപ്രായം നമുക്കിതിനെക്കുറിച്ച് പറയുക ബുദ്ധിമുട്ടാണ്, അല്ലേ? നമ്മുടെ സ്ത്രീ ജനസംഖ്യയിൽ, സ്ത്രീകളിൽ പ്രസവത്തെക്കുറിച്ചുള്ള അവരുടെ മനോഭാവം വ്യത്യസ്തമാണ്. കൂടുതൽ ആളുകളും പ്രസവം വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ഗർഭധാരണ കാലം തന്നെ ബുദ്ധിമുട്ടുണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീ ശരീരത്തിലുണ്ടാകും. അത്രയും കാലം അവരനുഭവിക്കുന്ന അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഉറക്കത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഒക്കെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് അവരുടെ കൂടെയുള്ള ആളുകളുടെ സ്നേഹപൂർണമായ പരിചരണമാണ് അവർക്ക് ആ ഘട്ടത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോഴും അവർക്കറിയാം ഇതൊരു വേദന ഉണ്ടാക്കുന്ന സന്ദർഭമാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഡെലിവറി അത്ര നല്ല സുഖകരമായൊരു അനുഭവമല്ല. എന്നാലും ലക്ഷക്കണക്കിന് സ്ത്രീകൾ ദിവസവും പ്രസവിക്കുന്നല്ലോ, അത് ജീവിതത്തിൽ ഒരു സാധാരണ സംഭവമാണ്. പേടിയൊക്കെ ഉണ്ട് എങ്കിലും ഇതൊരു സാധാരണ സംഭവമാണ് എന്ന് ഉൾക്കൊള്ളുവാനും ഒരു പ്രസവിക്കാനും ഒക്കെ തയ്യാറാകുന്നു, ഒരു പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സ്ത്രീകൾ. എന്നാൽ ചില പെൺകുട്ടികൾ, പ്രത്യേകിച്ചും അമിത ഉത്കണ്ഠയുള്ള പെൺകുട്ടികൾ, അപ്പോൾ ചില പെൺകുട്ടികൾക്ക് ഗർഭധാരണത്തെയും പ്രസവത്തെയും വലിയ ഉത്കണ്ഠയ്ക്ക് കാരണമാവുകയും വലിയ ഭയം അനുഭവപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ്, ഇവരനുഭവിക്കുന്ന ഈ പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ടോക്കോഫോബിയ എന്ന് പറയും. ഈ പെൺകുട്ടികൾ ഗർഭം ധരിക്കാൻ വിമുഖത കാണിക്കുകയോ വേദനയില്ലാതെ പ്രസവിക്കാൻ വേണ്ടി സിസേറിയൻ ഡെലിവറി ആവശ്യപ്പെടുകയോ ചെയ്തേക്കാം. എന്നാൽ ഒരു വിഭാഗം അമിത ഉത്കണ്ഠയുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ ഈ ഗർഭധാരണത്തെ സംബന്ധിച്ചും പ്രസവത്തെ സംബന്ധിച്ചും പേടിയുളവാക്കുന്ന മുൻഭീതികൾ കാരണം, ഭയം കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും അവർ തയ്യാറായെന്ന് വരില്ല. ടോക്കോഫോബിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുന്ന ലക്ഷണങ്ങളാണ്, ഈ കൂട്ടർ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ടോക്കോഫോബിയയുടെ അത് തന്നെ മൈൽഡോ മോഡറേറ്റ് സിവിയർ, ഇങ്ങനെ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് നമ്മൾ തരംതിരിക്കാറുണ്ട്. ഈ ടോക്കോഫോബിയ ഉള്ള ആളുകൾ നമുക്ക് ഇത്തരം വീഡിയോ, പ്രസവത്തിൻ്റെ തത്സമയ വീഡിയോകൾ കാണാനിടയായാൽ എന്തായിരിക്കും ഫലം? അവരുടെ ഉത്കണ്ഠ അധികരിച്ചേക്കാം, ഇൻക്രീസ്ഡ് ആങ്സൈറ്റി വരാം. ചില കുട്ടികൾ ഇപ്പോൾ ഉടനെ ടോക്കോഫോബിയ ഉള്ള കുട്ടികൾ പ്രസവം കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ ഒരു പാനിക് അറ്റാക്കും വന്നേക്കാം. ഇത് മാത്രമല്ല, അവർ പല അവോയ്ഡൻസ് ബിഹേവിയർ, ഇത് കണ്ടെല്ലാം പേടിച്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഗർഭത്തിന് കാരണമായ ഭർത്താവിനെ ഒക്കെ അവോയ്ഡ് ചെയ്യാനും ദേഷ്യപ്പെടാനും ഒക്കെയുള്ള സാധ്യതകളും ഉണ്ടാകും.
ജനസംഖ്യയിൽ വളരെ കുറച്ച് ഈ ആളുകളുള്ളെങ്കിലും ഇത് അനുഭവിക്കുന്നവരുടെ കാര്യം വളരെയധികം കഷ്ടമാണ്. അപ്പോൾ ഈ ആളുകൾ ഇത്തരത്തിൽ ഗർഭധാരണത്തെ സംബന്ധിച്ചും പ്രസവത്തെ സംബന്ധിച്ചും അമിത ഉത്കണ്ഠയും ഭയവുമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവത്തിലൂടെ കടന്നുപോയ സ്ത്രീകളുണ്ട്. അവർക്കിപ്പോൾ അവരുടെ പ്രസവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ്. അവർ ഈ വീഡിയോ, ഈ പറഞ്ഞ പ്രസവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളുടെ വീഡിയോ, ആ സമയത്ത് പ്രസവിക്കുന്ന സ്ത്രീക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ, അവരുടെ അസഹ്യമായ വേദനയൊക്കെ കാണാൻ ഇടയാകുമ്പോൾ അവരുടെ കഴിഞ്ഞുപോയ ആ ദുരന്തം, അവരതിനെ ഒരു ദുരന്തമായിട്ടാണ് ചിലർ കാണുന്നത്. എനിക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ ഡോക്ടർ എന്ന് പറയാറുണ്ട്. അത് വളരെ, എൻ്റെ പ്രസവം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ആലോചിക്കാൻ പറ്റില്ല, അത് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഞെട്ടലാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരിത് കണ്ടാൽ, ഈ വീഡിയോ, ഇത്തരം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞകാല സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ, അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അവരനുഭവിച്ച ആ ഭീകരമായ അവസ്ഥ അവരുടെ മനസ്സിലേക്ക് ശക്തമായി തള്ളിവരികയും അവർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന കണ്ടീഷൻ, ഒരു ദുരന്തത്തെ അതിജീവിച്ച് ശേഷം ദുരന്തം കഴിഞ്ഞു എങ്കിലും അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സ്, അത് അവരുടെ സ്വഭാവത്തിലും അവരുടെ ദിനചര്യയിലും ഉറക്കത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ഉറക്കത്തിലൊക്കെ അവർ ഞെട്ടി എഴുന്നേൽക്കും. ആ PTSD അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവർ ഉറക്കത്തിൽ ഞെട്ടി ഉണരും. ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ആ ദൃശ്യങ്ങൾ അവരുടെ മുമ്പിലൂടെ കടന്നു പോവും. ഇതെല്ലാം കഴിഞ്ഞിരുന്ന സ്ത്രീകളാണ്. പക്ഷേ ഈ വീഡിയോ വീണ്ടും കണ്ടാൽ ആ ദൃശ്യങ്ങൾ, അവരനുഭവിച്ച ദൃശ്യങ്ങൾ ശക്തമായി മനസ്സിലേക്ക് വരാനും വീണ്ടും സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകാനുമൊക്കെ കാരണമാകും. അപ്പോൾ അവരും ഇത്തരം വീഡിയോകൾ കാണരുത്. ഇനി ടോക്കോഫോബിയ ഉള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ ലൈംഗിക ബന്ധം വേണ്ടാന്ന് വെക്കുക അല്ല, വിവാഹം വേണ്ട എന്ന് വെക്കുക അല്ല, പ്രസവം വേണ്ട എന്ന് വെക്കുക അല്ല, അവർക്ക് നല്ല മനഃശാസ്ത്ര ചികിത്സയിലൂടെ അവരുടെ ആ അമിതമായ ഉത്കണ്ഠയെ ലഘൂകരിക്കുവാനും ആ ഭയത്തെ ലഘൂകരിച്ച്, ഇത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ കടന്നു പോകുന്ന ഒരു സാധാരണ പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കി അവരുടെ മനസ്സിനെ ശാക്തീകരിക്കുവാനും അതുവഴി അവർക്ക് ഇതിനെ പോസിറ്റീവായി ഫേസ് ചെയ്യാനുമുള്ള ഒരവസ്ഥയിൽ നമുക്ക് മനഃശാസ്ത്ര ചികിത്സയിലൂടെ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു പൊതുജന സമൂഹത്തിലേക്ക് നമ്മൾ അവതരിപ്പിക്കപ്പെടുന്ന വീഡിയോകൾ, അത് വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ വ്യത്യസ്ത മാനസിക ശേഷി ഉള്ളവർക്ക്, പ്രത്യേകിച്ചും മാനസികമായി ദുർബലരായിട്ടുള്ളവർ, വൾണറബിളായിട്ടുള്ളവർ, അല്ലെങ്കിൽ ടോക്കോഫോബിയ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ ബാധിക്കും എന്നൊരു ചിന്ത ഇതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.